ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന നിർണായക മൊഴിയുമായി വ്യവസായി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം വ്യവസായിയുടെ മൊഴി രേഖപ്പെടുത്തി. വിഗ്രഹങ്ങൾ വാങ്ങിയത് പുരാവസ്തു കടത്തു സംഘത്തിലെ ഡി മണിയാണെന്നാണ് വ്യവസായിയുടെ മൊഴി. ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിനാണ് വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടെന്ന മൊഴി കിട്ടിയത്. വ്യവസായിയുടെ മൊഴിയനുസരിച്ച് 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതന് ഡി മണി പണം കൈമാറിയെന്നാണ് മൊഴി. ദുബായ് മണി എന്നറിയപ്പെടുന്ന ഡി മണി വിഗ്രഹക്കടത്തുമായി ബന്ധമുള്ള ആളെന്നാണ് വ്യവസായി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. പണം കൈമാറിയ സമയത്ത് എടുത്തുവെച്ച ഫോട്ടോകളടക്കം SITക്ക് കൈമാറിയതായാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് രാജ്യാന്തര വിഗ്രഹക്കടത്ത് നടത്തുന്ന സുഭാഷ് കപൂറുമായി ബന്ധമുണ്ടായേക്കാമെന്ന ഹൈക്കോടതിയുടെ സംശയം ശരിവെക്കുന്നതാണ് ഈ നിർണായക മൊഴി. ശബരിമലയിൽ അയ്യപ്പൻ്റെ വിഗ്രഹം ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പഞ്ചലോഹ വിഗ്രഹങ്ങളില്ലെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ അത് ശബരിമലയിൽ നിന്ന് തന്നെ ഉള്ളതാണോ അതോ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നുള്ളതാണോ എന്നതെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.